ഹേ കൃഷ്ണ, എല്ലാവർക്കും സമർപ്പണത്തിലേക്ക് സ്വാഗതം. നവരാത്രി, അതായത് ശരിക്കും വർഷത്തിൽ 2 നവരാത്രികളുണ്ട് എന്ന് പറയുന്നത്. ഒന്ന് വസന്തകാല നവരാത്രിയും ഒന്ന് ശരത്കാല നവരാത്രിയും. നമ്മൾ ശരിക്കും ഇന്ത്യയിൽ കൊണ്ടാടപ്പെടുന്ന നവരാത്രി എന്ന് പറയുന്നത് ശരത്കാല നവരാത്രിയാണ്. അങ്ങനെ നവരാത്രിയുടെ 8ാമത്തെ ദിവസമാണ് മഹാഗൗരി ഭാവത്തിലുള്ള ദേവിയെ പൂജിക്കുന്നത്. ശരിക്കും ആ ഭാവം എന്ന് പറയുന്നത് ഭഗവാൻ മഹാദേവനെ ഭർത്താവായി കിട്ടാൻ വേണ്ടി കഠിന തപസ് അനുഷ്ഠിച്ച ദേവിയുടെ ശരീരം ശരിക്കും ചളിയൊക്കെ പുരണ്ട് കറുത്തിരുണ്ട രൂപത്തിലേക്ക് എത്തി. അപ്പം അങ്ങനെ എത്തിയ ദേവിയെ മഹാദേവൻ വെള്ളം തളിച്ച് ശുഭ്രം, അത്രയും വെളുത്ത നിറത്തിൽ, തേജസ്സോടു കൂടിയ വെളുത്ത നിറത്തിലേക്ക് മാറ്റി എന്നാണ് പറയുന്നത്. അതീവ സുന്ദരിയായ വെളുത്ത വസ്ത്രം കൊടുത്ത് വെളുത്ത നിറത്തോടുകൂടി വെള്ള കാളയുടെ പുറത്ത് വെളുത്ത മാലയും അണിഞ്ഞിരിക്കുന്ന വളരെ സുന്ദരമായ രൂപം 4 കൈകളാണുള്ളത്. അപ്പം നവരാത്രി 8ാം ദിവസം നമ്മൾ പൂജിക്കേണ്ടത് മഹാഗൗരി ഭാവത്തിൽ, അതീവ സുന്ദരിയായ ഐശ്വര്യം പ്രദാനം ചെയ്യുന്നവളായ ഭാവത്തിലാണുള്ളത്. ശരിക്കും നമുക്കറിയാം, നവരാത്രിയിൽ നമ്മൾ 9 ദിവസങ്ങളോളം ഓരോ ഭവങ്ങളിലാണ്. ബാല്യം, യുവതിയായും ഉർവരതയായും ഐശ്വര്യമായും വിദ്യയായും അങ്ങനെ പല ഭാവങ്ങളിൽ, വിജയമായും യുദ്ധവിജയമായും അങ്ങനെ പല ഭാവങ്ങളിലാണ് നമ്മൾ ദേവിയെ പൂജിക്കുന്നത്. അപ്പം എല്ലാവരും നവരാത്രി 8ാം ദിനം മഹാഗൗരി ഭാവത്തിലുള്ള ആ ദേവിയെ ആരാധിക്കുക. എല്ലാവർക്കും നല്ലൊരു നവരാത്രി നേരുന്നു. സർവം രാധാകൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ.